നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ AV മുകേഷിനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. 34 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് മലമ്പുഴ വേനോലി എളമ്പരക്കാടിന് സമീപം ഷൂട്ടിനിടെയാണ് അപകടം. പ്രദേശത്ത് ആനയിറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയതായിരുന്നു. ഇതിനിടെ കാട്ടാന പാഞ്ഞെടുത്തതോടെ ചിതറിയോടുന്നതിനിടയിൽ മുകേഷ് മറിഞ്ഞു വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മുകേഷിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറം ചെട്ടിപ്പടി സ്വദേശിയായ മുകേഷ് കഴിഞ്ഞ 1 വർഷമായി മാതൃഭൂമി ന്യൂസ് ചാനലിൽ ക്യാമറാമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പൊന്നാനി ചെറുവായ്ക്കരയിൽ വീട്ടമ്മയെ വായ്മൂടിക്കെട്ടി മർദ്ദിച്ച് കവർച്ച. ദേഹത്തുണ്ടായിരുന്ന 3.5 പവൻ സ്വർണ്ണാഭരണം കവർന്നു. ഐശ്വര്യ തിയേറ്ററിന് പിൻവശം ചെറുവായ്ക്കര പള്ളക്കളം സ്വദേശി കുന്തനകത്ത് ഹൌസിൽ രാധയെ കെട്ടിയിട്ട് മർദ്ദിച്ചാണ് സ്വർണം അപഹരിച്ചത്. ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് സംഭവം. പരിക്കേറ്റ രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിളിച്ചപ്പോ ഇങ്ങനൊന്നും ഞാൻ അറിയില്ല. അപ്പൊ പറഞ്ഞ് ബക്കേരെ എനിക്കിത്തിരി വെള്ളം തരീന് എന്തൊക്കെയോ കാട്ടുണ്ട്, എനിക്കിത്തിരി വെള്ളം തരും, ഇതിന്റെ വെള്ളം ഉണ്ടാകാതിരിക്കണം, ആ ചെമ്പിന് നിറച്ചത്തിരി വെള്ളം തരുന്നായിരുന്നു. അപ്പോൾ ഒരു ചവിട്ടി നോക്കി. അപ്പം ഞാൻ അപ്പോൾ പിന്നെ എനിക്ക് ഒരു രക്ഷയും കാണുന്നില്ല. ഇങ്ങനെ പിടിക്കുമ്പോൾ അപ്പോഴും ഒരു അമർത്തുകയാണ്. എന്നിട്ട് ഇതുമലൊക്കെ ചോരയാണ് മറിച്ച്. അപ്പം ഞാൻ എന്ത് ചെയ്തു, 2 കൈയും ഇങ്ങനെ ഉണ്ട് കിടന്നിട്ട് ശ്വാസം വിടാതാണ്ട് കിടന്നത്. അപ്പോൾ ഒരുത്തം പറഞ്ഞടാ പണി കഴിഞ്ഞ് ഓടുന്നു പറഞ്ഞു. നിങ്ങളുടെ എന്തൊക്കെ എടുത്തുണ്ടാവും? എൻ്റെ ഈ കൈമൊരു വട ഉണ്ടായിരുന്ന ഊരി കൊണ്ടുപോയി, ഈ കൈമൊരു കടക ഉണ്ടായിരുന്ന ഊരി കൊണ്ടുപോയി, 1.25 പവൻ ചെയിൻ ഉണ്ടായിരുന്ന ഊരി കൊണ്ടുപോയി, കമ്മല ഊരി കൊണ്ടുപോയി, എല്ലാം പൊട്ടിച്ചെറുക്കൽ 2 പാട് ഊരി കൊണ്ടുപോയി. 2 ആളുണ്ട്, ഒരാൾ പിടിച്ചു. ഞാൻ എന്ത് പഠിച്ചിട്ട് എൻ്റെ അതിലാണ്ട് കയറി നിർത്തി. ഈ 2 കാലുമാണ് കയറി പൊട്ടിയിരുന്നു. ഈ 2 മുട്ടുകാരെ വെക്കാൻ പറ്റില്ല. ഇതൊക്കെ ചെയ്ത് തിരുമിറ്റക്കോട് നാഗലശ്ശേരി പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന ചെമ്പ്രകുന്നിലെ കരിങ്കൽ ക്വാറിയിൽ മന്ത്രി MP രാജേഷ് സന്ദർശനം നടത്തി. ജനകീയ സമരത്തെ തുടർന്ന് ഒരിക്കൽ നിർത്തിയ കരിങ്കൽ ക്വാറി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ജനകീയ സമരവും നടന്നുവരികയായിരുന്നു. സമരപന്തലിലെത്തിയ മന്ത്രി ജനങ്ങളുമായി സംസാരിച്ചു. തോട്ടഭൂമി എന്ന നിലയിൽ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് നേടിയ ഭൂമി തരം മാറ്റാനാവില്ലെന്നിരിക്കെയാണ് ഇവിടെ നിയമം ലംഘിച്ചുകൊണ്ട് കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നത്. മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ക്വാറിക്കെതിരെ അടിയന്തരമായ നിയമ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ജിയോളജിസ്റ്റിന് നിർദ്ദേശം നൽകി. തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് T. സുഹറ, ജില്ലാ ജിയോളജിസ്റ്റ് MV വിനോദ്, അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ആരോൺ വിൽസൺ, പഞ്ചായത്ത് മെമ്പർമാർ, തഹസിൽദാർ ബിന്ദു, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കൃഷ്ണകുമാർ, മോഹനൻ, മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. കൂറ്റനാട് മല റോഡിലെ തൃത്താല ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും അനധികൃതമായി മണ്ണെടുക്കുന്നവരെ CPM പ്രവർത്തകർ തടഞ്ഞു. ദേശീയപാത വികസനത്തിന്റെ പേരിൽ പെർമിറ്റില്ലാതെ തുടരുന്ന മണ്ണെടുപ്പ് മന്ത്രി MP രാജേഷിന്റെ നിർദ്ദേശത്തെ തുടർന്ന് റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിർത്തലാക്കാനാവശ്യമായ നടപടി സ്വീകരിച്ചു. തടയാനെത്തിയ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമമുണ്ടായതോടെയാണ് പാർട്ടി പ്രവർത്തകർ രംഗത്തെത്തിയത്. CPM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ, ലോക്കൽ സെക്രട്ടറി TK വിജയൻ, LC അംഗം K അബ്ദുറഹ്മാൻ, കരിമ്പ ബ്രാഞ്ച് സെക്രട്ടറി കാസിം, സിദ്ദിഖുൽ അക്ബർ, KK മൊയ്തീൻകുട്ടി തുടങ്ങിയ CPM പ്രവർത്തകർ മണ്ണെടുപ്പ് തടയുന്നതിന് നേതൃത്വം നൽകി. മന്ത്രി ഇടപെട്ടുകൊണ്ട് അനധികൃതമായ മണ്ണെടുപ്പും അതുപോലെ തന്നെ കരിങ്കൽ ഖനനവുമൊക്കെ നിർത്താനാവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ന് രാവിലെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തിരുമറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടത്തും നാഗലശ്ശേരി പഞ്ചായത്തിലെ ചേമ്പ്ര എസ്റ്റേറ്റിൽ മണ്ണെടുപ്പും കരിങ്കൽ ഖനനവും ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃത്താല ഏരിയയിലെ മറ്റ് കേന്ദ്രങ്ങളിലും അനധികൃതമായ മണ്ണെടുപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് മന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം.
വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. പട്ടാമ്പി ശങ്കരമംഗലത്ത് നടത്തി വന്നിരുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള ജേഴ്സി വിതരണവും നടത്തി. ശങ്കരമംഗലം ക്ലബ് ഓൾട്രാസിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്കായി അവധിക്കാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ശങ്കരമംഗലം ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു പരിശീലനം നടത്തിയത്. ഒരു മാസം നീണ്ടുനിന്ന പരിശീലന പരിപാടിക്ക് സമാപനമായി. സമാപന സമ്മേളനം നഗരസഭാ കൗൺസിലർ, വോളിബോൾ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് PC കുഞ്ഞാമു ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള ജേഴ്സി വിതരണം നഗരസഭാ കൗൺസിലർ CA റാസി, KT ഹമീദ് എന്നിവർ നിർവഹിച്ചു. KP റസാഖ്, PC ഷാനവാസ്, കണ്ണൻ, സുബീഷ്, KA പ്രസാദ്, നൌഷാദ്, P റാഫി, അക്ബർ പട്ടാമ്പി തുടങ്ങിയവരും പങ്കെടുത്തു. ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമായ ക്ലബ്ബുകൾ രൂപാന്തരപ്പെടുന്നത്. ആ ക്ലബ്ബുകളിൽ എല്ലാം തന്നെ അവിടെയുള്ള കലാകായിക മത്സരങ്ങൾക്കപ്പുറം അവിടെയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സാംസ്കാരികമായ ഒരു സംവിധാനത്തെ വാർത്തെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു നാടിനെ അതിനെ അനുകൂലമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് പല ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ പരിസരത്തുള്ള ഒട്ടുമിക്ക ക്ലബ്ബുകളും അതിലൊരു പരിധിവരെ വിജയിച്ച ക്ലബ്ബുകളാണ് എന്ന് പറയുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. എന്നാൽ വ്യത്യസ്തമായ പല പരിപാടികൾ ഇന്ന് രാവിലെ മുതൽ അഹല്യ കണ്ണാശുപത്രിയുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ആരംഭിച്ച കണ്ണ് പരിശോധന ക്യാമ്പ് വളരെ വിപുലമായ രീതിയിൽ ഇവിടെ ഈ ഓപ്പറേസ് സ്കൂൾ പടി എന്ന ക്ലബിന് നടത്താൻ സാധ്യമായി. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞാണ് ഇന്ന് ഈ ക്യാമ്പിന്റെ സമാപനം. അതിലും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കുമുള്ള ജേഴ്സി വിതരണം ഇവിടെ നടക്കുകയാണ്. ഒരുപാട് സാമ്പത്തികമായ ബാധ്യത വരുന്ന, ഒരുപാട് ചെലവുകൾ വരുന്ന, അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളുടെ ആ സമയമെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ള ചെറിയ കുട്ടികളെ കണ്ടെത്തി നിങ്ങളുടെ കഴിവിനെ പുറത്തെടുക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് പിന്തുണ തരുന്നതിന് വേണ്ടി. USS പരീക്ഷയിൽ തിളക്കമാർന്ന നേട്ടവുമായി അതിഥി തൊഴിലാളിയുടെ മകൾ, പട്ടാമ്പി ആമയൂരിൽ താമസിക്കുന്ന ഒറീസ സ്വദേശി അനിൽ ചൗധരിയുടെ മകളും ആമയൂർ AUP സ്കൂളിലെ വിദ്യാർത്ഥിനിയുമായ പ്രയാംശു ചൗധരിയാണ് തിളക്കമാർന്ന നേട്ടം കരസ്ഥമാക്കിയത്. ആമയൂരിൽ താമസിക്കുന്ന ഒറീസ സ്വദേശി അനിൽ ചൗധരിയുടെ മകൾ പ്രിയാംശു ചൗധരിയാണ് അതിഥി നാടിന് അഭിമാനമായി മാറിയത്. ആമയൂർ AUP സ്കൂളിൽ ഇത്തവണ USS പരീക്ഷ എഴുതിയവരിൽ പ്രിയാംശു ചൗധരി മാത്രമാണ് മികച്ച വിജയം കരസ്ഥമാക്കി സ്കൂളിനും അഭിമാനമായി മാറിയത്. 1.5 പതിറ്റാണ്ട് മുമ്പാണ് ഒറീസ സ്വദേശികളായ അനിൽ ചൗധരിയും ഭാര്യ രജനിയും കേരളത്തിലെത്തിയത്. 3 മക്കളെയും ഇവിടുത്തെ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിച്ചു. ആമയൂർ സ്കൂളിന് സമീപത്തെ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണ് അനിൽ ചൗധരി. ഇവരുടെ കുടുംബവും ഇവിടെ തന്നെയാണ് കഴിയുന്നത്. പരിമിതികളെ മറികടന്നാണ് മകൾ പ്രിയാംശു ചൗധരിയുടെ വിജയം. ശങ്കരമംഗലം LP സ്കൂളിലായിരുന്നു LP പഠനം. 5ാം ക്ലാസ് മുതലാണ് ആമയൂർ സ്കൂളിൽ പഠനം ആരംഭിച്ചത്. USS പരീക്ഷയിൽ മിന്നും വിജയം നേടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് പ്രിയാംശു ചൗധരിയും കുടുംബവും. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ USS ഒരു വലിയ ഡ്രീം എനിക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയുന്നു. ഞാൻ 5ഉം 6ഉം 7ഉം ആമയൂർ സ്കൂളിലാണ് പഠിച്ചത്. നമ്മൾ കേരളത്തിൽ വന്നിട്ട് ഏകദേശം ഒരു 18 കൊല്ലമായി. നമ്മൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയത് 8 കൊല്ലമായിരുന്നു. പിന്നെ എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ നല്ല സപ്പോർട്ട് ചെയ്തു USSന്. പിന്നെ ഓൺലൈനിലും പഠിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല സന്തോഷം. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും 6ൽ ഞാൻ ചെറിയൊരു സക്സസ് ഉണ്ടായി. എന്നിട്ട് 7ാം ക്ലാസ്സിൽ ഞാൻ നന്നായി പഠിച്ചൊക്കെ ചെയ്തു. എന്നാൽ ഞാൻ 8ാം ക്ലാസ്സിന് എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിച്ചു. 10-15 കൊല്ലമായിട്ട് ഇത് കുഴപ്പമില്ല, നമുക്കൊരു സന്തോഷമുണ്ട്. സഹോദരൻ ഒരു സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സഹോദരി പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. പ്രിയാംശു ചൗധരി ഇനി 8ാം ക്ലാസ്സിലേക്കാണ്. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ വിഷയങ്ങളിലും മികവ് തെളിയിക്കുന്ന കുട്ടിയാണ് പ്രിയാംശു ചൗധരി എന്ന് സ്കൂൾ പ്രധാനാധ്യാപിക K. അനോജയും പറഞ്ഞു. കുട്ടിയുടെ വിജയം സ്കൂളിന് അഭിമാനമാണെന്നും പ്രധാനാധ്യാപിക സൂചിപ്പിച്ചു.
എൻ്റെ വിദ്യാലയത്തിലെ USS നേടിയ കുട്ടിയാണ് പ്രിയാംശു ചൗധരി. അപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയാണെന്നുള്ളതാണ് പ്രത്യേകത. 6 കുട്ടികൾ ഇത്തവണ USS പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രിയാംശു ചൗധരിക്ക് മാത്രമാണ് USS വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ വിദ്യാലയത്തിലെ ആത്മാർത്ഥ സേവനം നടത്തുന്ന അധ്യാപകരുടെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടാതെ അതിനോടൊപ്പം തന്നെ പ്രിയാംശുവിൻ്റെ കഠിന പ്രയത്നവും ഏതൊരു സംശയം അവൾ അതാത് സമയത്ത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. സമയങ്ങളൊന്നും നോക്കാതെ തന്നെ എൻ്റെ അധ്യാപകർ അതാത് സമയത്ത് തന്നെ കുട്ടിയുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ സദാ സന്നദ്ധരുമാണ്. അതാണ് ഈ വിജയത്തിൻ്റെ പിന്നിലുള്ള തിളക്കം. കൊപ്പത്ത് വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ക്ലാസ്. കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് എഡ്യൂട്യൂ ജോബ് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത്. കൊപ്പം ബിസ്ല ഹാളിൽ നടന്ന പരിപാടി കോർഡിനേറ്റർ അബൂബക്കർ സിദ്ദീഖ് കാഞ്ഞിരക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ കൂട്ടുകാരുടെ തീരുമാനങ്ങളോട് യോജിച്ചു പോവാം, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാവാം. അപ്പോൾ പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖല അതിനനുസരിച്ച് വ്യത്യസ്തമാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസവും നിങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള തൊഴിൽ നേടിയെടുക്കാൻ നിങ്ങൾ പ്രാപ്തരാക്കുക എന്ന ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ ഇത് ഇന്ന് തുടക്കം കുറിക്കുന്നു എന്ന് മാത്രമാണ്. നമുക്കിതൊരു വലിയ പ്രൊജക്റ്റായിട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ 1ാം ഘട്ടം മാത്രമാണ് ഇന്ന് നടക്കുന്നത്. ഇവിടെ പങ്കെടുക്കുന്നതും ഇനി പങ്കെടുക്കാനുള്ളതുമായ എല്ലാ വിദ്യാർത്ഥികളെയും ഒരു കൃത്യമായ സ്റ്റേജിലെത്തിക്കുക എന്നതാണ് നമ്മുടെ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം. നമ്മുടെ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ രക്ഷിതാക്കളിലെ മിക്കവാറും പേര് പ്രവാസികളായിരിക്കും. അതിൽ നിർത്തി വന്നവരുണ്ടാവാം. പ്രവാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗവും കുടുംബത്തോടെ അല്ലാതെ മിക്കവാറും പ്രവാസികൾ, ഇപ്പം അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും മുൻകാലങ്ങളിലാണെങ്കിലും കുടുംബത്തോടെ അല്ലാതെ ജീവിച്ച് വളർന്നു വന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി പപ്പടപ്പടി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെ എന്ന ആശയം മുൻനിർത്തിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. കൂട്ടായ്മയിലെ മെമ്പർമാരുടെ മക്കളായ 100ഓളം വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ മണ്ണേങ്കോട്, ട്രെയിനർ മുസ്തഫ ഗാൽവാനിക്, എക്സിക്യൂട്ടീവ് മെമ്പർ അബ്ദുൾ റസാഖ് പ്രഭാപുരം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മൾ വളർത്തും, ആനന്ദിക്കും. വരുന്നുണ്ട്. ഒന്നും കൂടെ എല്ലാവരും ചെയ്യട്ടോ. நிறைய ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ വളരും, നമ്മൾ വളർത്തും, ആനന്ദിക്കും. ഒരു ചാട്ടം, ഒറ്റ ചാട്ടം. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.